കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ KSU, കാരണം ഞാനൊരു പഴയ KSUക്കാരനാണ്. അപ്പം അവരുടെ ഒരു ക്യാമ്പ് തിരുവനന്തപുരത്ത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെക്കുന്നു. ആ ക്യാമ്പിനകത്ത് അടിയുണ്ടാകുന്നു, മദ്യപിച്ച് അടിയുണ്ടായെന്ന് പറഞ്ഞ് രണ്ട് കൂട്ടർ തല്ലുണ്ടായെന്ന് പറയുന്നു. ഇതിൻ്റെയൊക്കെ ക്ലിപ്പിങ്സും വീഡിയോയും മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഫ്ലാഷായിട്ട് നമ്മളെല്ലാം കണ്ടു. പിന്നീട് പറയുന്നു ഇത് KPCC പ്രസിഡന്റിനെ അറിയിച്ചിട്ടില്ല, അദ്ദേഹത്തിനെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല, ഇത് അദ്ദേഹത്തെ ഒതുക്കാനുള്ളൊരു ഗ്രൂപ്പിൻ്റെ സംഭവമാണ്, VD സതീശനാണ് അതിൻ്റെ പിറകിൽ. അപ്പം അതിനെപ്പറ്റി അന്വേഷണ കമ്മീഷൻ, KSU കമ്മീഷൻ വരുന്നു, KPCC അന്വേഷണ കമ്മീഷൻ വരുന്നു. VD സതീശൻ അതിനെപ്പറ്റി വളരെ ലാഘവത്തോട് പുച്ഛിച്ച് തള്ളി. അത് കൊച്ചു പിള്ളേരുടെ പ്രശ്നമില്ല, അത് ആ രീതിക്ക് അങ്ങ് പോകും, അവരൊരു കമ്മീഷനെയൊക്കെ വെക്കും. അപ്പം ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട പാഠം എന്താണ്? അതായത് നമ്മൾ ഈ കാണുന്ന KSUവിൻ്റെ അകത്തെ തല്ലും അവിടുത്തെ ഗ്രൂപ്പും പ്രശ്നവും VD സതീശൻ്റെ കമൻറ്റും KPCC പ്രസിഡൻറ്റിൻ്റെ KPCC ഓഫീസ് ബെയറേഴ്സ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റിനേക്കാളൊക്കെ ഉപരി നമ്മൾ കാണേണ്ട മറ്റൊരു ഭാഗമുണ്ട്. അതായത് മറ്റൊരു ഒരു വലിയൊരു പോർട്രേറ്റ് ഉണ്ട്. എന്താണ് ഇതിൻ്റെ പിറകിലുണ്ട് യഥാർത്ഥ സംഭവം? നിങ്ങൾക്കറിയാം, പാർലമെൻറ്റ് ഇലക്ഷൻ സമയത്ത് സുധാകരന് മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ കൊണ്ട് അവിടെ നിന്നാൽ സുധാകരൻ മാത്രം നിന്നാലേ ജയിക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രശ്നവും അസുഖവും സിക്നെസ്സും ഒക്കെയാണ് അതിൻ്റെ കാരണം. അവസാനം സുധാകരനെ കണ്ണൂർ മത്സരിച്ചു. അപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ വേണുഗോപാൽ പക്ഷത്തുള്ള പല നേതാക്കളും സുധാകരനെ അവിടെ തോൽപ്പിക്കാനും ശ്രമം നടത്തി. ഇതൊക്കെ ഈ കോൺഗ്രസ് പാർട്ടി എന്നറിയുന്ന സംഭവങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ ഈ പിച്ചിലോട്ട് വരാം. ആരാണ് ഈ KPCC പ്രസിഡൻ്റായിട്ട് മത്സരിക്കുന്ന സമയത്ത്, കണ്ണൂർ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം രാജിവെക്കുന്നു, MM ഹസനെ ചാർജ് കൊടുക്കുന്നു. കോൺഗ്രസിൻ്റെ ഒബ്സർവറായിട്ടൊരു സ്ത്രീ ഇവിടെ വരുന്നു, പ്രിയരഞ്ജൻ ദാസ് മുൻഷിയുടെ വൈഫ്. അവർ ഇലക്ഷൻ കഴിച്ചപ്പോൾ സുധാകരൻ ചാർജ് എടുക്കാൻ വരുന്നു KPCC പ്രസിഡൻ്റായിട്ട്. അപ്പോൾ ചാർജ് എടുക്കണ്ട എന്ന് AICCയുടെ നിർദ്ദേശം വരുന്നു, ഹസൻ തുടരട്ടെ എന്ന് പറയുന്നു. ഇതിൻ്റെ ഒരു ഗെയിമുണ്ട്, അല്ലാതെ ഇത് വെറുതെ ഉണ്ടായ സംഭവമൊന്നും അല്ല. അതായത് AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അയാളുടെ തീരുമാനമാണ് ഇതെല്ലാം നടപ്പിലാക്കിയേക്കുന്നത്. അതിനെ VD സതീശനെ മറ്റുള്ളവരെയൊക്കെ KSU പ്രസിഡന്റിനെയും ഒക്കെ ഉപയോഗിച്ചു. അതായത് സുധാകരനെ എങ്ങനെങ്കിലും KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുക, ഇതാണ് ലക്ഷ്യം. അപ്പം എന്താണ് KC വേണുഗോപാൽ ഉദ്ദേശിച്ചിരിക്കുന്നതാണ് ചോദ്യം. അതായത് AICCയുടെ കോൺഗ്രസ് പാർട്ടിയുടെ നാഷണൽ സംഘടനാ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിന് വളരെ കൃത്യമായിട്ടറിയാം, ഒരു കാരണവശാലും കോൺഗ്രസ് അധികാരത്തിൽ വരില്ല. കാരണം അയാൾ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് പല വർഷങ്ങളായിട്ട്. അപ്പോൾ അയാൾക്ക് കോൺഗ്രസ് പാർട്ടിയുടെ ഈ മത്സരിക്കുന്നവരെല്ലാം റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടല്ലോ, എന്താണ് സംഭവിക്കുന്നത്, എവിടെ ജയിക്കും, എവിടെ ജയിക്കുകയില്ല, എത്ര സീറ്റ് കിട്ടും. അതായത് കോൺഗ്രസ്സിന് വ്യക്തമായിട്ടറിയാം, കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് വ്യക്തമായിട്ടറിയാം, ഇപ്രാവശ്യം 55 or 60 സീറ്റിൽ കൂടുതൽ കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കാൻ പോകുന്നില്ല. അതാണ് സത്യം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത പോയിന്റാണ്, ഏതായാലും രാഹുൽ ഗാന്ധിയെ പാർട്ടിയിൽ നിന്ന് മാറ്റാനും ഡിമോഷനൊന്നും നടക്കുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പം എല്ലാവരും നോക്കി വെച്ചിരിക്കുന്നയാൾ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. അതാണ് വളരെ സ്പഷ്ടവും കൃത്യവുമാണ്. കാരണം വേണുഗോപാലിനറിയാം, അതായത് അടുത്ത മാസം 4-ാം തീയതി കഴിഞ്ഞാൽ പുള്ളിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. അയാളുടെ ഡൽഹി ജീവിതം അവസാനിക്കാൻ, ജീവിതം അതായത് ഔദ്യോഗിക കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് ആദ്യമായിട്ട് ആക്സ് ചെയ്യുന്നത്, എടുത്ത് വെട്ടി ദൂരക്കളയുന്നത്. അയാൾക്കറിയാം ഈ സംഭവം. അപ്പം അതുകൊണ്ട് എങ്ങനെയെങ്കിലും KPCC പ്രസിഡൻ്റായിട്ട് വരിക, 2026 നടക്കാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ അത് കഴിഞ്ഞിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരാൻ വേണ്ടി അയാൾ കാട്ടിക്കൂട്ടുന്ന പരിപാടിയാണിത് മുഴുവനും. അതായത് സുധാകരൻ മാറിയാലേ അയാൾക്ക് വരുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനൊരു സാഹചര്യം വരുവാണെങ്കിൽ KPCC പ്രസിഡന്റ്
നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരുവാണെങ്കിൽ ആദ്യത്തെ പ്രിഫറൻസ് ചാൻസ് എന്ന് പറയുന്നത് KPCC പ്രസിഡന്റിനാണ്. അതാണ് അയാളുടെ നോട്ടം. അതിനുവേണ്ടിയാണ് KPCC സുധാകരൻ ചാർജ് എടുക്കാൻ വരുമ്പോൾ തിരിച്ചു ഓടിക്കുന്നു, KSUക്കാരെ കൊണ്ട് സുധാകരനുമായിട്ട് അടിയുണ്ടാക്കിപ്പിക്കുന്നു. ഇതെല്ലാം അയാൾ കാട്ടിക്കൂട്ടുന്ന പരിപാടിയാണ്. ഭയന്നിട്ട് അയാൾക്കറിയാം KC വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി ആയ ശേഷം 8ഓളം മുൻ മുഖ്യമന്ത്രിമാരാണ് കോൺഗ്രസിൻ്റെ, അവസാനം അശോക് ചവാൻ, കോൺഗ്രസ് പാർട്ടി വിട്ടുപോയത്. കോൺഗ്രസ് പാർട്ടിയിലുള്ള സീനിയർ നേതാക്കൾക്ക് മുഴുവനും ഈ KC വേണുഗോപാലിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. കാരണം അയാൾക്ക് ഈ നാഷണൽ പൊളിറ്റിക്സിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല, ഹിന്ദി ബെൽറ്റിനെ പറ്റി ഒന്നും ധാരണയില്ല. അയാൾ രാഹുൽ ഗാന്ധിയെ മണിയടിച്ച് മാത്രം നടക്കുന്നു. അതുകൊണ്ട് അയാൾ ഈ തോന്നിയ പോലെ ചെയ്യുന്നു. പലയിടത്തും കാൻഡിഡേറ്റ്സിനെ വന്നതും ഈ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം KC വേണുഗോപാലിനെതിരെ കോൺഗ്രസ് പാർട്ടി നേതാക്കൾ പറയുന്ന സംഭവം ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്, ഇപ്പോൾ പാർട്ടിയുടെ ഇൻകം ടാക്സിൻ്റെ ഇഷ്യൂ വന്നു, അതായത് എത്ര പണം വന്നു, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തയ്യാറാക്കി അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് ഇത് നോക്കേണ്ടത്. അയാളിതൊന്നും നോക്കാൻ പോയില്ല. കാരണം അയാൾ രാഹുൽ ഗാന്ധിയെ മണിയടിച്ച് മാത്രം നടന്ന് അവിടെ സ്ഥാനമായിട്ടിരിക്കുകയാണ്. പിന്നെ പല സ്റ്റേറ്റുകളിലെയും കോൺഗ്രസ് നേതാക്കൾ KC വേണുഗോപാൽ പറയുന്നത് കേൾക്കാതായി ഉണ്ടായ സംഭവമാണ്. ഇപ്പോൾ കർണാടകയിലുള്ള നേതാക്കളൊന്നും ഇപ്പോൾ അയാളെ മൈൻഡ് ചെയ്യുന്നില്ല, രാജസ്ഥാൻകാർ മൈൻഡ് ചെയ്യുന്നില്ല. അതായത് കോൺഗ്രസ് എവിടെയൊക്കെയുണ്ട് അവിടെ നിന്നുള്ള നേതാക്കന്മാർ KCയെ ഇപ്പം മൈൻഡ് ചെയ്യുന്നില്ല. കപിൽ സിബൽ പറഞ്ഞ കാര്യം മറക്കരുത്, നേരത്തെ സച്ചിൻ പൈലറ്റ് പറഞ്ഞ് മറക്കരുത്. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ അത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് നമ്മൾ നോക്കുക. അഹമ്മദ് പട്ടേൽ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, അതിനുശേഷം വന്ന ജനാർദ്ദൻ ദ്വിവേദി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തത്. ഇപ്പം ഇവരിൽ നിന്നൊക്കെ മാറി പുതിയ തലമുറയിൽ KC വേണുഗോപാലിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് പാർട്ടി ഇല്ലാതായി. ഒന്നാമത് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞൊരു ഒരു ഒരു പപ്പു എന്നുള്ള വാക്കല്ല, ഒരു മൊണ്ണ, അയാളെ മാത്രം സ്വാധീനിച്ച് കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു നേതാവ് മാത്രമാണ് KC വേണുഗോപാൽ. അത് കംപ്ലീറ്റ് ഫെയിലിയറായി. അപ്പം വേണുഗോപാലിന് കൃത്യമായിട്ടറിയാം അയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ മറ്റൊരു പോയിന്റ്, കാരണം എന്തിനാണ് വേണുഗോപാൽ ആലപ്പുഴ മത്സരിച്ചത്? ഇതിൻ്റെ അത് വളരെ കൃത്യമായിട്ട് അറിയാൻ വേണുഗോപാൽ തന്നെയാണ് നിർബന്ധിച്ച് ആലപ്പുഴ മത്സരിക്കുമെന്ന്. കാരണം നേരത്തെ രാജസ്ഥാനിൽ നിന്നായിരുന്നു. കാരണം അവിടുത്തെ ഇപ്പം 2.5 വർഷം കഴിയുമ്പോൾ ഇയാൾ ഒന്നുമല്ലാതായി മാറും. പിന്നെ എവിടെ ഇട്ട് പോയി മത്സരിക്കും? കാരണം ഇയാളുടെ സീറ്റ് തെറിക്കും, ഇയാളുടെ പൊസിഷൻ തെറിക്കുമെന്നറിയാം. അപ്പം സ്വന്തം സ്റ്റേറ്റിൽ വന്ന് മത്സരിച്ച് ജയിക്കുക, തിരികെ പോയിട്ട് രാഹുൽ ഗാന്ധിയുടെ ആശീർവാദത്തോടുകൂടി KPCC പ്രസിഡന്റ് ആവുക, തുടർന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഇതാണ് ഇയാളുടെ സ്ട്രാറ്റജി. അതേപോലെ തന്നെ AICCയുടെ പല വർക്കിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, അതായത് ഇന്നത്തെ വർക്കിംഗ് കമ്മിറ്റി മെമ്പേഴ്സും ഈ KC വേണുഗോപാലിൻ്റെ ശക്തമായ രീതിയിലാണ് നിലപാടെടുത്തിരിക്കുന്നത്. എലക്ഷൻ കഴിയുമ്പോൾ KCയെ ഡൽഹി AICC ഓഫീസിൽ പടിയടച്ച് പിണ്ടം വെക്കും. കാരണം ഈ പാർട്ടിയെ നശിപ്പിച്ചതിൽ ഈ വെറും മൊണ്ണയായ രാഹുലിൻ്റെ കൂടെ നിന്ന് നശിപ്പിക്കാൻ കൊടുത്തു. ഇതാണ് KCക്കെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം. ഉറപ്പായിട്ടും KC അവിടുന്ന് തെറിക്കും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്.